Hi friends, welcome back MS World YouTube channel. HTML മലയാളം ട്യൂട്ടോറിയൽ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഇമേജ് ടാഗുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതുപോലെ മാർക്യൂ ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ടെക്സ്റ്റുകളെ മൂവ് ചെയ്യുക എന്നുള്ള ടെക്നിക്കുകളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ HTML പഠിക്കാൻ വേണ്ടി പോകുന്ന അധ്യായം ഫോം കൺട്രോൾസ് ആണ്. അഥവാ ഫോം കൺട്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബട്ടണുകൾ, ടെക്സ്റ്റ് ബോക്സുകൾ, റേഡിയോ ബട്ടണുകൾ, സെലക്ട് ബോക്സ്, ചെക്ക് ബോക്സ് പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ചില വെബ് പേജിലൊക്കെ കയറുന്ന സമയത്ത് നമ്മളോട് യൂസർ നെയിമും പാസ്വേഡും ചോദിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ വെബ് പേജിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് അതിനു വേണ്ടിയുള്ള ചില ടാഗുകൾ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലേബൽ എന്ന് പറയുന്ന ഒരു ടാഗ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലേബൽ. ഓക്കെ, ലേബൽ എന്ന് കൊടുത്തു. ദെൻ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് യൂസർ നെയിം. ഓക്കെ, യൂസർ നെയിം കൊടുത്തിട്ട് ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും 1-2 സ്പേസ് കൊടുത്തിട്ട് ദെൻ ആ ലേബൽ എന്ന് പറയുന്ന ടാഗിനെ നമ്മൾ ക്ലോസ് ചെയ്തു. ലേബലിനെ ക്ലോസ് ചെയ്തു. ദെൻ ഇത് നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഞാനൊരു Ctrl+S അടിച്ചിട്ടുണ്ട്. ദെൻ നമുക്കിവിടെ ഇതിനെ റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് താഴെ ഇവിടെ യൂസർ നെയിം എന്ന് പറയുന്ന ഒരു ലേബൽ കാണാൻ വേണ്ടി സാധിക്കും. അതിന് തൊട്ട് മുമ്പ് നമുക്ക് യൂസർ നെയിം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കാം. അതായത് ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇവിടെ കൊടുക്കാം. ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നൊരു ടാഗ് ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ആരെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം ആരെയാണ്, ടെക്സ്റ്റ് ബോക്സിനെയാണ്. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ്. അതിന് നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ സേവ് ചെയ്തു. ദെൻ റീഫ്രഷ്. ബോക്സ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് അതുപോലെ പാസ്വേഡിന് നമ്മൾ ഒരു ലേബൽ കൊടുക്കുകയാണ്. ലേബൽ ഓപ്പൺ ചെയ്തു. ദെൻ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കുകയാണ് പാസ്വേഡ് സ്പേസ് ഇട്ടു കോളൻ ഒരു ഡബിൾ സ്പേസ് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ലേബൽ എന്ന് പറയുന്ന ടാഗിനെ അവിടെ ക്ലോസ് ചെയ്യുന്നു. ലേബൽ നമ്മളവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള ടെക്സ്റ്റ് ബോക്സ് ആണ്, പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു നേരത്തെ കൊടുത്തതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്. ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. ദെൻ നമ്മളതിനെ ക്ലോസ് ചെയ്തു. ഇനി ഇപ്പോൾ നമ്മൾ യൂസർ നെയിമും കൊടുത്തിട്ടുണ്ട്, അതേപോലെ അതിൻ്റെ ടെക്സ്റ്റ് ബോക്സ് കൊടുത്തു. പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ള ടെക്സ്റ്റ് ബോക്സും കൊടുത്തു. ഇനി നമ്മൾ ഒരു സെലക്ട് ബോക്സ് കൊടുക്കുകയാണ്. ഓക്കെ, സെലക്ട് ബോക്സിൽ നമ്മളൊരു ടാഗ് ഓപ്പൺ ചെയ്യേണ്ടത് സെലക്ട് എന്ന് തന്നെയാണ്. സെലക്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ദെൻ അതിലൊരുപാട് ഓപ്ഷൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓപ്ഷന് നമ്മൾ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ കൺട്രി നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് കൺട്രി ശ്രീലങ്കയാകാം. ഓക്കെ, ശ്രീലങ്ക എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൺട്രി ശ്രീലങ്ക കൊടുത്തു. ദെൻ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാതിരിക്കാം. ഓക്കെ, 2 ചെയ്ത് കഴിഞ്ഞാലും അവിടെ എററൊന്നും നമുക്ക് കാണാൻ പറ്റൂല. ചൈന. അത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ കൊടുക്കാം, ഇന്ത്യ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഇറാൻ എന്ന് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ജോർദാൻ എന്ന് കൊടുത്തു. ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി നമുക്ക് കൊടുക്കാം. ഓപ്ഷൻ സൗദി അറേബ്യ. ഇത്രയും ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെലക്ട് ബോക്സിനെ നമുക്ക് ക്ലോസ് ചെയ്യണം. ദെൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. റിഫ്രഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ യൂസർ നെയിം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ്, അതിൻ്റെ ടെക്സ്റ്റ് ബോക്സ്. അടുത്തത് അതിൻ്റെ ഒരു സെലക്ട് ബോക്സ് നമുക്ക് കാണാൻ പറ്റും. സെലക്ട് ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ ഓപ്ഷൻസ് കാണാൻ പറ്റും. ശ്രീലങ്ക, ചൈന, ഇന്ത്യ, ഇറാൻ, ജോർദാൻ, സൗദി അറേബ്യ. അങ്ങനെ നമുക്ക് ഓരോ ഓപ്ഷൻസ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതെല്ലാം തന്നെ ഒരു ലൈനിലാണ് വന്നിട്ടുള്ളത്. ഇതിനെ എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പുകളിലായിട്ട് താഴോട്ട് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ഇതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂ കിട്ടുള്ളൂ. ദെൻ അതിനുവേണ്ടി നമ്മളൊരു ബ്രേക്കിൻ്റെ ഒരു ടാഗ് നമ്മൾ കൊടുക്കണം. BR എന്ന് പറയുന്ന ഒരു ബ്രേക്ക് ടാഗ് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ ലേബൽ യൂസർ നെയിം ഉണ്ട്, അതൊരു ലൈനിലാണ്. അതിൻ്റെ നേരെ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, അതും ഒരു ലൈനിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് കൊടുക്കാം. ഓക്കെ,
BR എന്ന് പറയുന്ന ഒരു ബ്രേക്ക് ടാഗ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതുപോലെ പാസ്വേഡ് എന്ന് പറയുന്ന ലാബിൽ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിൻ്റെ നേരെയുള്ള ടെക്സ്റ്റ് ബോക്സും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കാം. ബ്രേക്ക് ടാഗ് കൊടുത്തു. ഓക്കെ, നമുക്കിതിനെ സേവ് ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ നിന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ യൂസർ നെയിമിൻ്റെ തൊട്ട് താഴെ പാസ്വേഡായിട്ട് കാണാം. പാസ്വേഡിൻ്റെ തൊട്ട് താഴെ നമുക്ക് സെലക്ട് ബോക്സും കാണാൻ വേണ്ടി സാധിക്കും. ഇവർക്കിടയിൽ ഒന്നുകൂടി ഒരു ചെറിയ ഗ്യാപ്പ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ ബ്രേക്ക് ടാഗിൻ്റെ അടുത്ത് ഒരു ബ്രേക്ക് ടാഗ് കൂടെ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു നല്ല വൃത്തിയുള്ള വ്യൂ നമുക്ക് കിട്ടും. ബ്രേക്ക് ടാഗ് ഒന്നുകൂടെ കൊടുത്തു. ദെൻ ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്യാണ്. സേവ് ചെയ്തിട്ട് ദെൻ റിഫ്രഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയൊരു ഗ്യാപ്പുകൾ അവർ തമ്മിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ലിസ്റ്റ് ബോക്സ് നമുക്കിവിടെ ഇങ്ങനെ മുകളിലോട്ടായിട്ട് കാണാൻ പറ്റും. ഒക്കെ താഴേക്കും ഒരുപാട് നമ്മുടെ വെബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴോട്ടായിരിക്കും ലിസ്റ്റ് ചെയ്യാം. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മുകളിലേക്ക് വന്നു. ഓക്കെ, വരുന്ന സ്റ്റെപ്പുകളിൽ നമുക്ക് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ നമ്മുടെ കൺട്രിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ലോഗിൻ എന്ന് പറയുന്നൊരു ബട്ടണാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ബട്ടൺ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, സെലക്ട് ബോക്സും ആയിട്ടുണ്ട്. ദെൻ നമുക്ക് കൊടുക്കേണ്ടത് ബട്ടനാണ്. അതിന് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുമ്പോൾ കൊടുത്ത അതേ ടാഗ് തന്നെയാണ്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ടൈപ്പ് ഈസ് ഈക്വൽ ടു എന്താ കൊടുക്കുക, ടെക്സ്റ്റ് ബോക്സ് ആണ് കൊടുക്കുക. ബട്ടൺ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ എന്ന് എന്ത് ചെയ്യാം, അടിച്ച് കൊടുക്കുക. ദെൻ അതിന് നമ്മൾ ക്ലോസ് ചെയ്തു, സേവ് ചെയ്യുക. ദെൻ റിഫ്രഷ്. നമുക്ക് അതിന് അടുത്ത് തൊട്ടറിയ ബട്ടൺ വന്നതായിട്ട് കാണാൻ പറ്റും. ആ ബട്ടണിന് നമുക്ക് ലോഗിൻ എന്നൊരു പേര് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ എന്ന് കൊടുത്തതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് അവിടെ ഒരു വാല്യൂ കൊടുക്കണം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ, ഒരു വാല്യൂ കൊടുക്കണം. വാല്യൂ നമുക്ക് ലോഗിൻ എന്ന വാല്യൂ കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോഗിൻ അടിച്ചു. ദെൻ സേവ് ചെയ്തിട്ട് ഇവിടെ റിഫ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മൾ ചില വെബ് പേജുകൾ യൂസർ നെയിം അടിക്കുന്ന ബോക്സിൽ തന്നെ ചെറിയൊരു ഷാഡോ പോലെ യൂസർ നെയിം എഴുതുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. പാസ്വേഡിൽ നമുക്ക് ചെറിയതായിട്ട് ഒരു ഷാഡോ പോലെ പാസ്വേഡ് എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ കൊടുത്തു അല്ലേ. അതിന് ബാക്കിയായിട്ട് നമുക്ക് അവിടെ പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം. പ്ലേസ് ഹോൾഡർ ഈസ് ഈക്വൽ ടു പ്ലേസ് ഹോൾഡറിൻ്റെ അവിടെ നമുക്കവിടെ യൂസർ നെയിം എന്ന് വെറുതെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, യൂസർ നെയിം. അതുപോലെ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ പ്ലേസ് ഹോൾഡർ കൊടുക്കാം. പാസ്വേഡിൻ്റെ ടെക്സ്റ്റ് ബോക്സ് ആണ്. ദെൻ പ്ലേസ് ഹോൾഡർ ഈസ് ഈക്വൽ ടു അവിടെ നമുക്ക് ഒരു ഷാഡോ പോലെ കാണാൻ വേണ്ടിയിട്ട് പാസ്വേഡ് എന്നും നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിനെ സേവ് ചെയ്തു. ദെൻ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമിന് എന്തോ ഒരു എറർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലേസ് ഹോൾഡറിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയതാണ്. ദെൻ പ്ലേസ് ഹോൾഡർ സേവ് ചെയ്തു. ദെൻ റിഫ്രഷ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് യൂസർ നെയിമിൻ്റെ ടെക്സ്റ്റ് ബോക്സിനകത്ത് യൂസർ നെയിം എന്ന് ചെറിയൊരു ഷാഡോ പോലെ കാണാൻ പറ്റുന്നുണ്ട്. പാസ്വേഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിനകത്തും പാസ്വേഡിൻ്റെ ചെറിയൊരു ഷാഡോ പോലെയുള്ള ടെക്സ്റ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. യൂസർ നെയിമിൻ്റെ അവിടെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതേപോലെ പാസ്വേഡിൻ്റെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഏതെങ്കിലും കൺട്രി സെലക്ട് ചെയ്യാം. ദെൻ ലോഗിൻ എന്നുള്ള ബട്ടനെ അടിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഡാറ്റാബേസ് കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു ഫോം ഡിസൈനിങ് മാത്രമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ MySQL ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ DBMS ഒക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും. ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെന്ത് ചെയ്യുക, ഡിസ്കിലേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ഒരു മെത്തേഡ് നമ്മളിവിടെ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു സെറ്റ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഓക്കെ, ഇതിന് നമുക്കൊന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റർ ടാഗ് ആണ് ഇതിനും ഇവിടെ യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. സെൻറ്റർ ആ ഒരു സെറ്റിന് ടോട്ടലായിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ തുടങ്ങിയത് യൂസർ നെയിം എന്ന് പറയുന്ന ലാബിൽ മുതൽ ലാസ്റ്റ് ബട്ടൺ കൊടുത്ത ആ ഒരു ഓപ്ഷൻ വരെയാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺ കഴിഞ്ഞതിന് ശേഷം സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്യാം. കൺട്രോൾ സേവ് അടിച്ചു. ദെൻ ഓക്കെ, റിഫ്രഷ് ചെയ്തു.
അപ്പോൾ നമ്മളെ യൂസർ നെയിം, പാസ്വേഡ്, സെലക്ട് ബോക്സ്, അതുപോലെ ലോഗിൻ ബട്ടൺ എല്ലാം സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ വെബ് പേജുകളിൽ ഈ ഒരു സെറ്റ് നമുക്ക് മുകൾ ഭാഗത്തായിട്ടാണ് കാണാറുള്ളത്. ഓക്കെ, അത് ഞാൻ മനഃപൂർവ്വം താഴേക്ക് കൊണ്ടുവന്നതാണ്. നമുക്ക് HTML കോഴ്സ് തീരാൻ സമയത്ത് നമുക്ക് ഒരു ടാഗ് പഠിക്കാറുണ്ട്, ഫ്രെയിം സെറ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് പഠിക്കാറുണ്ട്. വെബ് പേജുകളെ വിവിധ ഡിവിഷനുകളാക്കിയിട്ട് വിവിധ പാർട്ടുകളാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു കോഡ്സ്, അല്ലെങ്കിൽ നമ്മുടെ IT-യുമായി ബന്ധപ്പെട്ട ചെറിയ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു വലിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 2-3 വരെയുള്ള ചെറിയൊരു പാരഗ്രാഫ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ടാഗ് ഉണ്ട്, പാരഗ്രാഫിന് വേണ്ടിയുള്ള ഒരു ടാഗ് ഉണ്ട്, ടാഗ് P. ഓക്കെ, ടാഗ് P എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ടാഗ് P ഓപ്പൺ ചെയ്തു, ദെൻ ടാഗ് P ക്ലോസ് ചെയ്തു. ഈ ഓപ്പൺ പാരഗ്രാഫ് ടാഗിനും ക്ലോസ് പാരഗ്രാഫ് ടാഗിനും ഇടയിലാണ് നമ്മൾ പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ചെറിയൊരു പാരഗ്രാഫ് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു പാരഗ്രാഫ് തപ്പിയെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെക്നോളജി കോഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ അത് സെർച്ച് ചെയ്തു. ദെൻ ഈ ഒരു വെബിലേക്ക് നമ്മൾ കയറുകയാണ്. ഓക്കെ, ഇവിടെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഒരു ചെറിയൊരു കാര്യം കാണാൻ പറ്റും. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തിട്ട് നമ്മുടെ HTML പേജിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ പാരഗ്രാഫ് ടാഗിനിടയിൽ വന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു വിടുത്തിലുള്ള പേജായിട്ട് നമ്മുടെ HTML പേജ് മാറിയിരിക്കുന്നു. ഓക്കെ, സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു. ദെൻ നമ്മൾ വെബ് പേജ് റൺ ചെയ്യാണ്, നമ്മൾ റിഫ്രഷ് ചെയ്യാണ്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് നമ്മൾ ആ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ലൈൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1-2 ലൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഈ ഒരു ലൈനും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്ത് എടുക്കാം. അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സേവ്, ദെൻ റിഫ്രഷ്. ഓക്കെ, ഒരു വരിയും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. പക്ഷേ ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ അലൈൻമെൻറ്റ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, ഒരു പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ തന്നെ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓപ്പൺ ടാഗ് P കാണുന്നുണ്ട്. ആ ഓപ്പൺ ടാഗ് Pൻ്റെ അവിടെ തന്നെ അലൈൻ ഈസ് ഈക്വൽ ടു റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ സെൻറ്റർ, നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ സെൻറ്റർ കൊടുക്കുന്നുണ്ട്. സെൻറ്റർ കൊടുത്തു, ദെൻ സേവ് ചെയ്തു. ദെൻ അതിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫോർമാറ്റിൽ ഒരു സെൻറ്റർ ടാഗിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു സെൻറ്റർ അലൈൻമെൻറ്റിലേക്ക് നമുക്കിതിനെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ബ്ലൂ കളറാണുള്ളത്, അതിനെ നമുക്കൊരു ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരാം. അതിന് ഫോണ്ട് കളർ ഈസ് ഈക്വൽ ടു അതിന് ക്ലോസ് ഒക്കെ ചെയ്തതിന് ശേഷം ബ്ലാക്ക് കളറൊന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ബ്ലാക്ക് കൊടുത്തു. ദെൻ സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം നമ്മളവിടെ പോയിട്ട് റിഫ്രഷ് ചെയ്യാണ്. അപ്പോൾ നമുക്കതിൻ്റെ ടെക്സ്റ്റ് ബ്ലാക്ക് കളറായിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് പാരഗ്രാഫ് ടാഗ് നമ്മൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ യൂസർ നെയിം, പാസ്വേഡ് എന്ന് പറയുന്ന ലേബൽസ് ഉണ്ടല്ലോ, അതിനെയും നമുക്ക് ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമ്മളെ ലേബൽ ഇവിടെ ഉണ്ടായിരുന്നു, ലേബൽ യൂസർ നെയിം എന്നുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ കളർ നമ്മൾ ഒരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഓക്കെ, സെൻറ്റർ ലേബൽ എന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലേബലിനകത്ത് ഫോണ്ട് കളർ ഈസ് ഈക്വൽ ടു ബ്ലാക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാധനം പാസ്വേഡിലേക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ലേബൽ പാസ്വേഡ്. ഓക്കെ, അതിനകത്തേക്ക് നമ്മളിതിനെ
പേസ്റ്റ് ചെയ്തു. ഫോണ്ട് കളർ ഈസ് ഈക്വൽ ടു ബ്ലാക്ക്. ഇനി നമ്മൾ സേവ് ചെയ്തിട്ട് ഇതിനെ റിഫ്രഷ് ചെയ്യാണ്. അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് എന്ന് പറയുന്ന 2 ലേബൽസ് ബ്ലാക്ക് കളറായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം MS വേൾഡ്. താങ്ക് യു.